ഒരു 2002 കാട്ടാക്കട സി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ടായൊരു സംഭവമാണ്. അത് കേൾക്കാനത്ര സുഖകരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് അല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ അതിനൊരുപാട് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അത് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം സ്ത്രീകളെ നമ്മൾ പൊതുവിൽ ഭാരതത്തിൽ ഒരു മാതൃഭാവത്തിലാണ് നമ്മൾ കാണുക. അതിന് വിരുദ്ധമായിട്ട് കണ്ട ഒരനുഭവം, സ്വന്തം അമ്മയോട് പോലും തോന്നാൻ പാടില്ലാത്ത വികാരം. നമ്മൾ യവനപുരാണത്തിൽ ഈഡിപ്പസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് അമ്മയോട് ഒരു താൽക്കാലിക കുറച്ച് നേരത്തേക്കാണ് യവനപുരാണത്തിൽ അത് പറയുന്നതെങ്കിലും തോന്നിയ ആ അധമ വികാരം, അതിനാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് നമ്മൾ മനഃശാസ്ത്രത്തിൽ അതിന് പറയുക. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഒരു മകനും, 2 ആൺമക്കളുണ്ട്. മൂത്ത മകൻ വേറെ വീട് വെച്ച് കുറച്ചപ്പുറത്ത് താമസമാണ്. അച്ഛനൊരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. ഒരു സാധാരണ കുടുംബം. 2ാമത്തെ മകൻ, ഞാൻ അവൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം പേര് പോലും എനിക്ക് പറയാനായിട്ട് നാവ് വളയ്ക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചേട്ടൻ അനിയൻ എന്ന് മാത്രം പറയാം. അപ്പോൾ അനിയൻ, ഇയാളുടെ മക്കളിൽ താഴെയുള്ളവൻ, അയാൾ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, അവിടെയൊക്കെ മദ്യം കഴിച്ചിട്ടോ എന്തൊക്കെ ആളുകളായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടു. അപ്പോൾ കുടുംബമുണ്ട്, ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. വീട്ടിൽ വന്നു താമസമായി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ വലിയ ശല്യക്കാരനായി. വീട്ടിൽ ഭാര്യ കുട്ടികൾ അവരവരെ പാട് നോക്കിപ്പോയി. ഡൈവോഴ്സ് പോലെയായി, സെപ്പറേഷൻ പോലെ അവരവരെ വീട്ടിൽ പോയി. പിന്നെ ഇയാൾ അച്ഛനും അമ്മയും ഈ താഴെയുള്ള മകനും മാത്രമാണ് വീട്ടിലുള്ളത്. ഇയാളൊരു ജോലിക്കൊന്നും പോവില്ല. ഈ അച്ഛൻ എന്തെങ്കിലും വിറ്റ് കൊണ്ടിരുന്ന എന്തെങ്കിലും ഏണിങ്സ് കൊണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. അത്യാവശ്യം ഇയാൾക്കൊരു 40-42 വയസ്സ് പ്രായമുണ്ട് അനിയന്. ഈ അച്ഛനും ഇതുപോലെ തന്നെ ഒരു 65 പ്രായമുണ്ട്. ഇത്രയും പ്രായമായിട്ടും അയാൾ ഈ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടിക്കടയൊക്കെ നടത്തി നടക്കുന്നത്. അപ്പോൾ എന്നും വൈകിട്ട് ഈ മകൻ മദ്യപിച്ചാൽ വരിക. അപ്പോൾ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ അമ്മയെ ഉപദ്രവിക്കും. അമ്മ ഉപദ്രവിക്കുന്ന പറഞ്ഞാൽ അമ്മ ആ രീതിയിൽ ഉള്ള ഉപദ്രവമാണ്. മുടിയൊക്കെ പിടിച്ച് തള്ളിയിടുക, അങ്ങനെയൊക്കെ. പ്രായം സ്ത്രീ, ഒരുപാട് ഏജ് തോന്നിക്കുന്നൊരു സ്ത്രീ. പിന്നെ രാത്രി വന്നാൽ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഉപദ്രവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് വിളമ്പി വെച്ച് മൂടി വെച്ച് ഇവൻ എന്തായാലും 8 മണിയിട്ട് വരുള്ളൂ. അവൻ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് അച്ഛൻ്റെ മുറി കയറി അകത്തുനിന്ന് വാതിലടച്ച് കിടക്കും. നേരം വെളുത്താൽ പിന്നെ ഇത് മദ്യം ഇറങ്ങിപ്പോയാൽ പിന്നെ കുഴപ്പമില്ല. ഇതാണ് ആ വീട്ടിൽ സ്ഥിരം പതിവ്. ഒരു ദിവസം ഇവൻ്റെ ചേട്ടന് അവിടേക്ക് ആരോ വിളിച്ചു പറഞ്ഞു. ചേട്ടൻ കുറച്ച് അകലെ, ചേട്ടൻ ഒരു ഷോപ്പ് നടത്തുന്നതാണ്. അവിടേക്ക് വിളിച്ചു പറഞ്ഞു, നിൻ്റെ അനിയൻ നിൻ്റെ അമ്മയെ ഉപദ്രവിക്കുകയാണ്, ഒന്ന് പെട്ടെന്ന് വന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പകലാണ്, ഉച്ചനേരത്താണ്. അപ്പോൾ സാധാരണ പകൽ വരാറില്ല. ഇപ്പോൾ ഈ വൈകിട്ട് വരുമ്പോൾ വാതിലടച്ച് ഇത് ചെയ്യണതുകൊണ്ടാണ് പകൽ അവന് വന്നത്. കള്ളു പിടിച്ചിട്ട് മതോന്മത്തനായിട്ട് 4 കാലം വന്നിട്ടാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുന്നിൻ്റെ ചെരുവ് പോലുള്ള സ്ഥലത്ത് അവിടെ മണ്ണ് വെട്ടി ഇറക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ വീട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം മുഴുവൻ ഉയർന്ന മൺതട്ടിയാണ് അങ്ങനെ നിൽക്കുകയാണ്. അതിന് മുറ്റത്ത് ഒരു മുറ്റവും. അപ്പോൾ പെട്ടെന്ന് അകലൊന്നും നോക്കിയാൽ കാണില്ല. ഈ മൺതിട്ടയുടെ മറവുകൊണ്ട് ഈ അയൽവാസികൾക്ക് അധികം നോക്കിയാൽ കാണില്ല.
പക്ഷേ പെട്ടെന്ന് കരച്ചിൽ, ഈ അമ്മയുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ വസ്ത്രം മുഴുവനും അഴിക്കുകയാണ്. അമ്മയോട് കാമവികാരം തീർക്കാൻ നോക്കുകയാണ്. ഇത് അറിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ആളുകൾ ഇടപെട്ട ഒരു കണക്കിന് അവിടെ നിന്ന് അമ്മയെ രക്ഷിച്ചു. ഇതറിഞ്ഞിട്ടാണ് ചേട്ടൻ അവിടെ വരുന്നത്. ചേട്ടൻ വന്ന് ചേട്ടന് ഉണ്ടായ കാര്യത്തിന് ഇവനായിട്ട് വഴക്കായി. ചേട്ടനവൻ തല്ലി. കാരണം ഈ മദ്യപിച്ച് വരുന്നവർക്ക്, ഈ മാനസിക വിഭ്രാന്തിയുള്ളവർക്കൊക്കെ അപാര ശക്തിയായിരിക്കും. കാരണം വീണ്ടും വിചാരമില്ലാത്ത ശക്തിയാണ്. അപ്പോൾ വേറൊരു വഴിയില്ലാണ്ടായപ്പോൾ മുറ്റത്ത് വിറക് ഉണക്കാട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വിറക് കഷ്ണം എടുത്തിട്ട് ഇവനടിച്ചു. അടിച്ചപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാൻ പോയില്ല, അരിശം തീരുന്നവരെ അടിച്ചു. പക്ഷെ അത് തലയിലൊക്കെയാണ് കൊണ്ടത്. കുറച്ച് നേരം അവിടെ രക്തം മാച്ച് കിടന്നു. അച്ഛനെ ആളയച്ചു. അപ്പോൾ ഒന്നും ആളുകൾ ഈ അടിയതൊന്നും കാര്യമായിട്ട് തല്ലണതൊന്നും ആരും കണ്ടിട്ടില്ല. ആൾക്കാരിങ്ങനെ വിവരം പറഞ്ഞ ആൾക്കാരങ്ങോട് പോയി. അപ്പോൾ ഇത് കാണാനായിട്ടുള്ള ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഇവൻ്റെ അമ്മയും ഈ ഇവർ മാത്രം, ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചേട്ടനും ഇവരും അമ്മയും മാത്രമേ വീട്ടിനകത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ കടയിൽ നിന്ന് വിളിച്ച് വരുത്തി. അച്ഛനും വന്നു. നോക്കിയപ്പോൾ മരിച്ചു കഴിഞ്ഞതായിട്ടാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അച്ഛനും കൂടി വന്ന് രണ്ടാളും കൂടി അവൻ്റെ കാല് പിടിച്ച് ഇങ്ങനെ പൊക്കി മുറിക്കകത്ത് കൊണ്ടിട്ടു. എന്നിട്ട് വേഗം ഒന്നും അറിയാത്ത പോലെ ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ബ്രോഡ് ഡെഡ്, മരിച്ചിരിക്കുന്നു. അവിടെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഈ മണ്ണിൻ്റെ തിട്ടയുടെ മുകളിൽ നിന്ന് അബദ്ധവശാൽ കാല് തെറ്റി താഴെ വീണ് പാറക്കല്ലിൽ തലയിടിച്ചിട്ടാണ് ഉണ്ടായതാണ്. അപ്പോഴാണ് പോലീസ് പോയിട്ട് സാധാരണ പോലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഈ കഥയൊന്നും ആരും അറിയുന്നില്ല. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ പോലീസ് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചെല്ലാൻ പറഞ്ഞു. എസ് ഐയോട് ചെന്നു. എസ് ഐയോടെ ചെന്നപ്പോൾ എസ് ഐയോട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു, ഇത് ഈ പറയുന്നത് ആവാൻ സാധ്യത കുറവാണ്. ഇതൊരു മർഡർ ആവാനാണ് സാധ്യത. കാരണം വീണാലുണ്ടാവുന്ന പരിക്കല്ല തലയിൽ കാണുന്ന പരിക്ക്. അതുകൊണ്ട് അതൊന്ന് കാര്യമായിട്ട് ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഗ്രേവ് ക്രൈം എന്ന് പറയും. ഗ്രേവ് ക്രൈം എന്ന് പറഞ്ഞാൽ ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ പോലീസ് ഭാഷയിൽ ഗ്രേവ് ക്രൈം എന്ന് പറയാം. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലെ വാക്കാണത്. അത് അന്വേഷിക്കേണ്ടത് CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അതായത് മർഡർ, ഈ കൊലപാതക ശ്രമം, ബലാത്സംഗം, അതുപോലെ തന്നെ തീവെപ്പ്, സ്ഫോടനം, ഇതൊക്കെ പോക്സോ കേസുകൾ, ഇതൊക്കെ അന്വേഷിക്കേണ്ടത് ഗ്രേവ് ക്രൈം ആയിട്ടുള്ളത് കൊണ്ട് CA ആണ്. അപ്പോൾ ഞാൻ കേസ് അന്വേഷണം ഏറ്റെടുത്തു. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. സംഭവ സ്ഥലത്ത് രണ്ട് ബോഡി ഒരു സ്ഥലത്തും സംഭവ സ്ഥലം വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ മഹസർ വേറെ എഴുതണം. മഹസർ എഴുതാൻ വേണ്ടി ഈ വീട്ടിൽ വന്നു. അത് നോക്കിയപ്പോഴാണ് കുറേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ വീടിനകത്ത് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം. പിന്നെ കുറച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അത് രക്തമാണെന്നുള്ളത്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞോളൂ കാരണവരെ, ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എന്തുണ്ടായി വെച്ച് പറഞ്ഞോളൂ. അപ്പോൾ വളരെ വിതുമ്പി അങ്ങനെ അത് പറഞ്ഞു. അപ്പോൾ കേസിൽ രണ്ടാം പ്രതിയാവുകയാണ് ഈ പ്രായമുള്ള ആൾ. തെളിവ് നശിപ്പിക്കൽ 201 വകുപ്പ് IPC 201. കാരണം ആ രക്തം അവിടെ നിന്ന് വാഷ് ചെയ്ത് കളഞ്ഞ് ആ തെളിവ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. തെളിവില്ലാണ്ടാക്കി. അവ രണ്ടുപേരെയും പിന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്വേഷണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ചു. അത് മർഡറാണെന്ന് സ്ഥിരീകരിച്ചു. അറസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഒരു രണ്ടുപേരെയും ഈ സീനിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവരികയാണ്. കാരണം ആയുധം കണ്ടെടുക്കണം.
വിറകഷ്ണമാണ് ആയുധം. അതുമ്പോൾ സ്വാഭാവികമായിട്ട് രക്തക്കറ ഉണ്ടാവും. അപ്പോൾ അവരത് അടിച്ച ആ വിറകഷ്ണം അവരവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് അവരൊന്ന് തെളിവെടുത്ത് ആയുധം സീഷർ മാസ്റ്റർ എന്നൊക്കെയാണ് പറയുക. സീഷർ മാസ്റ്റർ തയ്യാറാക്കി സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ച്. പക്ഷേ ഈ സമയം മുഴുവനും ഈ ചേട്ടൻ്റെ കയ്യിൽ വിലങ്ങാണ്. അപ്പോൾ ഈ ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്രാമം തേങ്ങി വിതുമ്പി എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാത്ത ഒരു മനുഷ്യൻ, അവരച്ഛൻ ഇത്തരത്തിലൊരു കേസിൽ പ്രതിയാകുകയും ജനങ്ങളുടെ മുന്നിൽ, കാരണം ഇയാളുടെ ജനങ്ങളുടെ മുന്നിൽ മാത്രമല്ല, അയാളുടെ കുടുംബത്തിൻ്റെ മുന്നിൽ, അയാളുടെ ഭാര്യയുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ പ്രതിയാക്കപ്പെട്ട് പോലീസ് ജീപ്പിൽ കയറുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വൈകാരിക അനുഭവങ്ങൾ, അവിടെ പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അവിടെ മോറൽസും എത്തിക്സ് ഒന്നുമില്ല, ധർമ്മശാസ്ത്രങ്ങളൊന്നുമില്ല. പോലീസ് എന്ന് പറഞ്ഞ ഒരു ലോ എൻഫോഴ്സിങ് ബോഡിയാണ്, നിയമം നടപ്പിലാക്കുന്ന സംവിധാനമാണ്. നിലവിൽ നിന്നുള്ള ഒരു നിയമം അത് നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് അവിടെ ഔചിത്യങ്ങളൊന്നുമില്ല. അയാൾ ഇതിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ അവരുടെ എങ്ങനെയെങ്കിലും ഒരു അന്വേഷണം നടത്തുക, അത് നടക്കില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുമ്പോൾ സത്യസന്ധമായിട്ട് തന്നെ അന്വേഷണം നടത്തുക, അത്രേ പറ്റൂ. അതിലൊരു കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളിൽ കോടതിയിൽ വരുമ്പോൾ സാക്ഷികളെല്ലാവരും കൂറുമാറി അവർ അക്വിറ്റ് ചെയ്യാതിരിക്കാം. പക്ഷെ എന്നാലും ചുരുങ്ങിയതൊരു 14 ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 14 ദിവസത്തേക്കാണ് ആദ്യം. റിമാൻഡ് എന്ന് പറഞ്ഞാൽ ജയിലാണ് ഉദ്ദേശിക്കുന്നത്, ജയിലിലേക്ക് അയക്കും. 14 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 14 ദിവസത്തേക്ക്, അങ്ങനെ 14 ദിവസത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കസ്റ്റഡി കാലാവധി നീട്ടി വിടുക. പരമാവധി ഒരു 90 ദിവസം വരെയെങ്കിലും അത്തരത്തിൽ നീട്ടാവുന്നതാണ് പ്രോസിക്യൂഷന്. ഇപ്പോൾ പുതിയ നിയമം ജൂലൈ 1 തൊട്ട് വരുന്ന നിയമത്തിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട മറക്കാനാവാത്ത ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ 1997 ചാവക്കാട് സ്വീകരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്, ഒരു ക്രൈമാണ്. അതതിൻ്റെ സീക്വൻസിൽ തന്നെ പറയാം. ഒരു കടപ്പുറത്തിനോടടുത്ത് ഒരു കുടിലിൽ ഒരു കുടുംബം താമസിക്കുന്നു. ആ വീട്ടിലുള്ളത് 16 വയസ്സായൊരു പെൺകുട്ടി, അതിൽ താഴെ ഒരു 3 അനിയന്മാർ, ആ ഒരു 2 വയസ്സിൻ്റെ 3 വയസ്സിൻ്റെയൊക്കെ ഗ്യാപ്പിൽ ഈ 10, 12, 8 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ അവരുടെ ഒരു മൂത്താപ്പയുണ്ട്. ആ മൂത്താപ്പ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രായമുള്ളതാണ് ഈ മൂത്താപ്പ. ഇവരെല്ലാവരും ഒരു ഓല മേഞ്ഞ ഒരു കുടിലിലാണ് താമസിക്കുന്നത്. ഉപ്പയുടെ അതെനിക്ക് ഒരുപാട് വർഷം മുമ്പായതുകൊണ്ട് എന്ത് സാഹചര്യത്തിലാണ് അവരുടെ കൂടെ ഇല്ലാത്തതെന്ന് എനിക്ക് മുഴുവൻ ഓർമ്മയില്ല. ഡൈവോഴ്സായിട്ട് ഉപ്പ പോയെന്നും ഉമ്മ വേറെ എങ്ങനെയോ വേറൊരാൾ കൂടെ പോയെന്ന കണക്കെയാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇവരാണ് വീട്ടിലുള്ളത്. ഒരു രാത്രിയിൽ ഈ വാതിലെന്ന് പറയുന്നത് ഈ ഓല കൊണ്ട് മേഞ്ഞിട്ട് ഓല കൊണ്ട് തന്നെയുള്ളൊരു വാതിലാണ്. ഒറ്റ മുറി, വേറെ മുറികളൊന്നുമില്ല. മുറി എന്നൊന്നും പറയാനില്ല, ഈ താച്ച്ഡ് ഷെഡാണ്. അവിടെ വന്നിട്ട് ഈ കുട്ടിയുടെ പേരെടുത്ത് ഒരാൾ പുറത്തുനിന്ന് വിളിക്കുകയാണ്. രാത്രിയാണ്, 10-12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ ആരാന്ന് വെച്ചപ്പോൾ ഞാനാണ്. എന്തിനാണ് നിങ്ങൾ ഈ നേരത്തെ എന്തിനാണ് വന്നിരിക്കുന്നത്? വേറെ ഒന്നുമില്ല, അവളുടെ ഒരു കാമുകൻ, അവൾക്ക് ഇഷ്ടമാണ് അവനെ. ഇവൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നീ പൊക്കോ, ഞാനിപ്പോൾ മൂത്താപ്പനെ വിളിക്കും, പിള്ളേരെ ഏൽപ്പിക്കും, ഓളിടും. ഇതൊന്നും കേട്ടിട്ട് ഇവൻ പോകാൻ തയ്യാറില്ല.
അപ്പോൾ അവൻ പറഞ്ഞു, എന്തായാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാനുള്ളതല്ലേ, നിക്കാഹ് ചെയ്യാനുള്ളതല്ലേ, നീ ഒന്ന് ഇറങ്ങി വാ പുറത്തേക്ക്, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ആ കടപ്പുറത്തൊക്കെ പോയിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടിടോ എന്ന് പറയാം. ഞാൻ ഒന്നും ചെയ്യില്ല, നീ ഇത് വാതിൽ ഓർക്ക്. അപ്പോൾ ഒരുപാട് ഞാൻ പൊച്ച ഉണ്ടാക്കുന്നവർ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അപ്പോൾ ഇവൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഈ ചെറ്റവാതിൽ ഒരു കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നതാണ്. ആ കയറ് കത്തി വെച്ചിട്ട് അറക്കുകയാണ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും ഇവൻ അകത്ത് കയറും. അപ്പോൾ ഈ പെങ്ങളുടെ പിന്നീട് എടുക്കുമ്പോഴത്തെ മൊഴിയിൽ അവൾ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ അഡ്വാൻസ് പറയുന്നത്, സീക്വൻസിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഒച്ച ഉണ്ടാക്കാതിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാണക്കേട്. ഒന്ന് ഈ കൊച്ചുങ്ങളെ എണീറ്റാൽ ഒന്നും ചെയ്യാനില്ല, ഈ മൂത്താപ്പയാണെങ്കിൽ നല്ല ഉറക്കം. അപ്പോൾ ഇവനെ എങ്ങനെയും പറഞ്ഞ് പിന്തിരിപ്പിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് അവൾ ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഈ വാതിൽ കയററുത്ത് വാതിലവിടെ പകുതി തുറന്ന് ഇവൻ അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ പോകണം അകത്ത്. അപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഇരിക്കണ അപ്പോൾ ഒരു മണ്ണെണ്ണവൾക്ക് കത്തിരിക്കുന്നുണ്ട് അവിടെ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കാരണം മണ്ണെണ്ണവൾക്ക് കാച്ചി വെച്ചിട്ടാണ് കിടക്കുന്നത്. ഈ വിളക്കിലെ മണ്ണെണ്ണ എടുത്ത് ഞാൻ തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ചവിട്ടാ, നീ ഒന്നും ചെയ്യില്ല, നമുക്കിവിടെ ഇരിക്കാം, ഞാനിവിടെ ഇരിക്കാം, മിണ്ടാണ്ടിരിക്കാം. അപ്പോൾ ഇവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി. പുരുഷൻ്റെ പ്രണയം പലപ്പോഴും ഒരു ശാരീരിക ആവശ്യമാണെന്ന് ഓഷോ പറഞ്ഞ വരികൾ. ഇവളെന്ത് ചോദിച്ചാൽ ആ മണ്ണെണ്ണ വിളക്കിൽ നിന്ന് കുറച്ച് ചിമ്മിണി എടുത്തിട്ട് അവളുടെ പാവാടയിൽ തുടയുടെ മുകളിലായിട്ട് ഒഴിച്ചു, എന്നിട്ട് കത്തിച്ചു. അവളുടെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, അവനൊന്ന് പേടിപ്പിക്കുക, തീ കാണുമ്പോൾ ഓടിപ്പോണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. തീ പാവാടയുടെ അവിടെ കണ്ടു, അവൻ പുറത്തേക്ക് പോയി അവളെ തല്ലി കെടുത്തി. അപ്പോഴേക്കും കുട്ടികളൊക്കെ എനിറ്റു. മൂത്താപ്പ അയാൾക്കൊരു പനിയൊക്കെ പിടിച്ചിട്ട് അയാൾക്ക് ഒന്നിനും വയ്യ, എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒച്ച ഒന്ന് വെള്ളം ആൾക്കാരൊക്കെ വന്ന് പിന്നെ ആശുപത്രി കൊണ്ടുപോയി പെൺകുട്ടിയെ. അവിടെ ചെന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ഈ പെൺകുട്ടിയുടെ. ആ മുഖമൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് അവരുടേക്ക്. ഉണ്ടായ സംഭവങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ വിവരിച്ചു. അപ്പോൾ അവനറിയാം, അവൻ്റെ അഡ്രസ്സ് അറിയാം. അവൻ്റെ പേരിൽ ആത്മഹത്യ പ്രേരണയ്ക്ക് ഒരു കേസ് എടുക്കാമെന്ന് പറഞ്ഞു. ആത്മഹത്യ ആയിട്ടില്ല, അപ്പോൾ ആ കേസും ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞു കേസൊന്നും വേണ്ട സാറേ, കേസൊന്നും വേണ്ട. ഞാൻ പറയും അതിക്രമിച്ച് അകത്ത് കടന്നു എന്നുള്ളതിനൊക്കെ വെച്ചെടുക്കാമല്ലോ, ഒരു ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ വെച്ചെടുക്കാം. 448 452 ഏതെങ്കിലും IPC വകുപ്പ് അതിക്രമിച്ച് ട്രസ്പാസ് ഇതിനൊക്കെ കേസെടുക്കാം, ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനെടുക്കാം. ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്തോളാം. അവൻ അങ്ങനെ വിട്ടാവും നാളെയും നിങ്ങൾ ഉപദ്രവിക്കില്ലേ? വേണ്ട സാറേ, ഞാനത് എന്തെങ്കിലും ചെയ്തോളാം. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഈ തുടയിൽ നിന്ന് പടർന്നു പിടിച്ച് ശരീരത്തിലെല്ലായിടത്തേക്കും ആ പൊള്ളൽ, ബേണിങ് ഇഞ്ചുറി ഗൗരവമായി. ഡൈയിങ് ഡിക്ലറേഷൻ എടുക്കാൻ വേണ്ടി പിന്നെ മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് കൊടുത്തു. ഡിക്ലറേഷൻ തൻ്റെ പുറകെ ആ പെൺകുട്ടി മരിച്ചു. അപ്പോൾ മരിച്ചപ്പോൾ പിന്നെ ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും കൂടി ഇവനെന്തായാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അവൻ അവരോട് അബ്സ്കോണ്ട് ചെയ്തു, മുങ്ങി, അവൻ ഒളിവിൽ. അപ്പോൾ അവൻ്റെ പേരിൽ 306 IPC അബറ്റ്മെൻറ്റ് ടു സൂയിസൈഡ്, ആത്മഹത്യക്ക് പ്രേരണ. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരുപാട് FIR വീണാണ് ഈ 306 വെച്ചിട്ട്. ഇപ്പോൾ വളരെ ലൈവായിട്ടുള്ളൊരു കേസ് കൂടിയും 306 നിൽക്കുന്നത്. അപ്പോൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ആ വകുപ്പിട്ടിട്ട് അവൻ്റെ പേരിൽ FIR ഇട്ടു. അവനെ കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗമാണ് നമുക്കിപ്പോഴും ഒരു വിഷമമുണ്ടാക്കുന്നൊരു കാര്യം. ഇതൊക്കെ സാധാരണ എപ്പോഴെങ്കിലുമൊക്കെ 306 ഒക്കെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവാറുണ്ട്. അസിസ്റ്റൻറ്റ് സെഷൻസ് കോടതിയിലാണ് ട്രയൽ 6 വർഷം വരെയൊക്കെ ശിക്ഷ കിട്ടാം. ഇവൻ കോടതിയിൽ വക്കീൽ വഴി ഹാജരായി, നേരിട്ട് ഹാജരായി. മജിസ്ട്രേറ്റ് അവിടെ നിന്ന് ജാമ്യം കൊടുത്തു. അപ്പോൾ പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, നിങ്ങളെ എതിർത്തില്ലേ, നിങ്ങൾ ബെയിൽ വന്നപ്പോൾ അത് നിങ്ങൾ എതിർത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ APP അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് മജിസ്ട്രേറ്റ് കോടതിയിലുണ്ടാവുക. APP പറഞ്ഞു, ഞാൻ എതിർത്തു, പക്ഷേ ഈ പ്രതിഭാഗം വക്കീൽ ഒരു കെട്ട് ലവ് ലെറ്റേഴ്സാണ് മജിസ്ട്രേറ്റിന് പൊക്കി കാണിച്ചത്. ഇവർ പരസ്പരം ഭയങ്കര പ്രണയബദ്ധിതരായിരുന്നെന്നും ഇത് പ്രോസിക്യൂഷൻ പറയണ പോലെ ഒന്നല്ല എന്ന് കഥ എന്നും ഇവർ
ഇതിന് ശരിയായ സ്റ്റോറി വേറെ എന്തോ ആണെന്നൊരു വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വേറെ ട്വിസ്റ്റ് ചെയ്തിട്ടൊരു സ്റ്റോറി എണീറ്റ് നിന്നിട്ട് ബെയിൽ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രതിഭാഗം വക്കീൽ പറഞ്ഞ് അത് കേട്ട് എന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ദിവസം പോലും അവനെ ജയിലിലേക്ക് അയക്കാതെ അവിടെ നിന്ന് അവൻ ബെയിൽ ഔട്ടായി. പിന്നെ അവനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പോലും വിളിച്ചിട്ട് ഒരു കണ്ടീഷണൽ ബെയിൽ പോലും കൊടുത്താൽ നമുക്ക് കിട്ടുമായിരുന്നു. സ്വാഭാവിക ജാമ്യം ആഴ്ചയിൽ 2 ദിവസം ഒപ്പിടുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിനും കിട്ടിയില്ല. പ്രതിയെ തന്നെ ശരിക്കും ഞാനവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി, എനിക്ക് കാണാൻ കൂടി കഴിഞ്ഞില്ല. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു കൗമാരം, ഇഷ്ടപ്പെടുന്ന ഇടങ്ങളിലെല്ലാം പാറി നടക്കാൻ ആഗ്രഹിക്കുന്ന ആ കൗമാരം എന്നൊക്കെ പറയും പെൺകുട്ടികളുടെ, ആ സമയത്ത് ഇതുപോലെ ഒരു ദുർമരണം സംഭവിച്ചിട്ട് അതിൽ യഥാർത്ഥ പ്രതിയായിട്ടുള്ള ഒരാളെ നിയമത്തിൽ മുന്നിൽ ഒരു ശിക്ഷ കൊടുക്കാം. പിന്നെ ആ കേസിൻ്റെ ട്രയൽ വന്നതും അതിൻ്റെ എന്തായിരുന്നു എൻ്റെ ഇതൊന്നും എനിക്ക് മുഴുവൻ ഓർമ്മയില്ല, കാരണം 1997 സംഭവമാണ്. ആ ഒരു നീറ്റലോടുകൂടി തന്നെ, ആ പൊള്ളലോ എന്ന് പറയുന്ന പോലെ തന്നെ ആ നീറ്റലോട് കൂടി തന്നെ ഒരു ഓർമ്മയായിട്ട് ഒരു 306 എപ്പോൾ പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ പൂക്കോട് കേസിലൊക്കെ ഇട്ടിരിക്കുന്നത് 306 ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇത് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഈ 97 ആ കടപ്പുറത്തെ ആ കുടിലിൽ ഉണ്ടായ ആ സംഭവമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ മെയിൻ ഗേറ്റിലുള്ളവർക്ക് ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് അറിയണില്ല. കുറേ പോലീസുകാർ അങ്ങോട്ട് ഓടുന്നു, പോലീസുകാർ ഇങ്ങോട്ട് ഓടുന്നു, കുറേ നാട്ടുകാർ ഓടുന്നു. പിന്നെ ഒന്നും ആലോചിക്കാൻ പോയില്ല, അവിടെ നിന്ന് അടി തുടങ്ങി, മെയിൻ ഗേറ്റിൽ നിന്ന് അടി തുടങ്ങി. വാസ്തവത്തിൽ ഒരു ആരുടെയും ഇന്നെനിക്ക് പറയാം എത്രയും വർഷത്തിന് ശേഷം, കാരണം അന്നത് പറഞ്ഞ ബുദ്ധിമുട്ടാവും. അവിടെ നിന്ന് അടി അങ്ങ് തുടങ്ങി. പിന്നെ മൊത്തം ലത്തി ചാർജാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ലത്തി എടുത്ത് ട്രെയിനിങ് പരേഡിൽ പഠിച്ച ആ കയ്യിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ലത്തി ചാർജ് ചെയ്യുകയാണ്.